ഇന്ന് കുമ്പളം വെച്ചിട്ട് കറി മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ തോല് കൊണ്ട് ഞാനൊരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്. യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോൽ അങ്ങോട്ട് കളയണ്ട, അതെടുത്ത് അതിൻ്റെ മേലെയുള്ള ആ വെണ്ണീര് പോലെയുള്ള ഭാഗവും പച്ചയും കളറൊക്കെ നന്നായി ഒന്ന് ചുരണ്ടി പോക്കി കഴുകിയെടുത്ത് വരാം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതേപോലെ തന്നെ ചക്കക്കുരു ചെറിയ കഷ്ണമായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പും 2 പച്ചമുളകും കീറിയിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ചക്കക്കുരുവിനും കുമ്പളത്തോലിനും നല്ല വേവുണ്ട്. അപ്പോൾ നല്ല മുങ്ങത്തക്ക രീതിയിൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് 3-4 വെളുത്തുള്ളിയും 3-4 വറ്റൽമുളകും ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരുവും കുമ്പളത്തോലും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനിയൊരു വറവിടണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചതച്ച് വെച്ച വറ്റൽമുളകും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒതുക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി. അതും ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. അത് മൂത്ത് കഴിഞ്ഞാൽ ഈ വെന്ത് വന്ന ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ കുമ്പളത്തോല് കൊണ്ടുള്ള തോര റെഡിയായി. കുമ്പളം കൊണ്ട് ഞാൻ മോര് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അടുത്ത് ഞാൻ യൂട്യൂബിൽ ഒരാൾ ഇട്ടത് കണ്ടതാണ്. അന്നേരം ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തോരനാണ് എടുത്തത്. ചോറ് ഇത്തിരി മതി. അപ്പോൾ മോര് കറി. ഈ മോര് കറി 2 ദിവസത്തേക്ക് ഒന്നും ആവില്ല. അങ്ങനെ കുമ്പള കറിയും കുമ്പളത്തോല് കൊണ്ടുള്ള തോരനും 2 കോര പൊരിച്ചതും ഇന്നത്തെ ഉച്ചഭക്ഷണം ഇങ്ങനെയായിരുന്നു. എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.